സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 9ാം ക്ലാസ് ലിസാൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. പ്രധാന വിഷയം പറയുന്നതിന് മുമ്പ് നമ്മുടെ ലിസാനിലെ ആദ്യത്തെ 4 പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് ആദ്യം ഒന്ന് വിശകലനം ചെയ്യാം. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഇത് ഞങ്ങൾക്കറിയാലോ ഉസ്താദേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ശരി തന്നെ, നിങ്ങൾക്കറിയും. ഇത് എഫലു എഫലാനി എഫലൂന, തഫലു തഫലാനി എഫ് അല്ല, തഫലു തഫലാനി തഫലൂന, തഫലീന തഫലാനി തഫ് അല്ല, അഫലു നഫലു. ഇത് ഞങ്ങൾ പഠിച്ചതാണല്ലോ. ഇത് മുസ്തഖ്ബിലായ ഫീല് അഥവാ മുലാരിയായ ഫീല്. മാളിയല്ല, മാളിയാണെങ്കിൽ ഫാല എന്നുണ്ടാവുക. ഇത് എഫ്അലു മുലാരിയാണ്. മുലാരിയായ ഫീല് രണ്ടർത്ഥത്തിൻ്റെ മേൽ സൂചിപ്പിക്കും. മാളിയാണെങ്കിൽ കഴിഞ്ഞു പോയ കാലം, മുലാരിയാണെങ്കിൽ വരാനിരിക്കുന്നതും ഉണ്ടാവും, നടന്നുകൊണ്ടിരിക്കുന്നതും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചെയ്യും എന്നുണ്ടാവും, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും ഉണ്ടാവും. അപ്പോൾ എഫ്അലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുള്ളർത്ഥം അതും ഞങ്ങൾക്കറിയാം. എഫ്അലു എന്ന് പറഞ്ഞാൽ അവനൊരാണ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, മറ്റത് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. ഏത് വർത്തമാനം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ING ഫോം, റൈറ്റിംഗ്, എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒന്നേ പറയുന്നുള്ളൂ, ചെയ്യും എന്നുള്ളത്. അപ്പോൾ അവൻ ഒരാണ് ചെയ്യും, എഫലാനി അവർ രണ്ടാണ് ചെയ്യും, എഫലൂൻ അവർ കുറേ ആണുങ്ങൾ ചെയ്യും, അവൾ ഒരു സ്ത്രീ ചെയ്യും, തെഫലാനി അവർ 2 സ്ത്രീകൾ ചെയ്യും, എഫ് അല്ല അവർ കുറേ സ്ത്രീകൾ ചെയ്യും. അത് റെഡ് കളറിലാണ്, സ്ഥലത്തില്ലാത്തതാണ്. പിന്നെ സ്ഥലത്തുള്ളത് പച്ച കളറാണ്. തെഫലു നീ ഒരാണ് ചെയ്യും, തെഫലാനി നിങ്ങൾ 2 ആണുങ്ങൾ ചെയ്യും, തെഫലൂന നിങ്ങൾ കുറേ ആണുങ്ങൾ ചെയ്യും, തെഫലീന നീ ഒരു പെണ്ണ് ചെയ്യും, നിങ്ങൾ 2 പെണ്ണുങ്ങൾ ചെയ്യും, തെഫ് അല്ല നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ ചെയ്യും, അഫലു ഞാൻ ചെയ്യും, നഫലു ഞങ്ങൾ ചെയ്യും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യത്തെ ലൈൻ അങ്ങ് താഴോട്ട് എഫലു തഫ് അലു തഫ് അലു തഫ് അലീന, ഇതൊക്കെ ഒരാളാണല്ലോ. ആദ്യത്തത് ഒരു ആണ് സ്ഥലത്തില്ലാത്തത്, പിന്നെ ഒരു പെണ്ണ് സ്ഥലത്തില്ലാത്തത്, ഒരാണ് സ്ഥലത്തുള്ളത്, ഒരു പെണ്ണ് സ്ഥലത്തുള്ളത്, അങ്ങനെയാണല്ലോ. രണ്ടാമത്തെ വരി നോക്ക്, എഫലാനി തഫലാനി തഫലാനി ലാനി 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 എന്നുണ്ട്. ഇതൊക്കെ 2 ആളാണെന്ന് മനസ്സിലായല്ലോ. ഇനി എഫലൂന എഫ് അല്ല, തഫലൂന തഫല്ല, ഇതൊക്കെ കുറേ ആൾക്കാരുടെ മേൽ അറിയിക്കുന്ന രൂപത്തിലുള്ള ജംഇൻ്റെ പദമാണ് എന്ന് നമ്മൾ മനസ്സിലായല്ലോ. അഫലു ഞാൻ ചെയ്യും, നഫലു ഞങ്ങൾ ചെയ്യും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇടതുഭാഗത്ത് എഴുതി കൊടുത്തത് നിങ്ങൾക്ക് കാണാം, ലാ നെഹി. അതാണ് നമ്മുടെ 1ാമത്തെ പാഠം. ഈ നെഹീൻ്റെ ലാമിനെ നമുക്ക് ഈ മുസ്തഖ്ബിൽ കടത്തണം. മുസ്തഖ്ബിലെ നെഹീൻ്റെ ലാമ് കടക്കൂ, അഥവാ ഈ മുലാരിയായ പദത്തിലെ നെഹീൻ്റെ ലാമ് കടക്കൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നെഹി 2 ഐറ്റം ഉണ്ടാകും. ഒന്ന് നെഹി ഹാലിർ ഉണ്ടാവും, നെഹി ഓയിബ് ഉണ്ടാവും. ചോപ്പിൽ വരുമ്പോൾ നെഹി ഓയിബ് ആയിരിക്കും, പച്ചയിലാണ് നെഹീൻ്റെ ലാമ് വന്നാൽ നെഹി ഹാലിർ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം മനസ്സിലായി. അപ്പം നെഹി 2 ഐറ്റം, നെഹി ഹാലിർ, നെഹി ഓയിബ്. ഇനി നെഹീൻ്റെ ലാമ് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഉണ്ടാകും. കാരണം വെറും എഫ് അലു എന്നതല്ലേ ആദ്യമുള്ളത്. ഇനി അതിൻ്റെ മുമ്പിൽ ഒരു ലാ വരുമ്പോൾ ചെറിയ മാറ്റം എന്തായാലും ഉണ്ടാകും. അപ്പോൾ ലാ എഫ് അലു എന്നുള്ളത് മാറി ലാ എഫ് അൽ എന്നാകും. അപ്പം ആദ്യത്തെ ആ സൈഡൊക്കെ നമ്മൾ സുക്കൂന് കൊടുക്കണം. എഫ് അലു എന്നുള്ളത് എന്താവും? എഫ് അൽ, തഫ് അൽ, തഫ് അൽ. അതുപോലെ തന്നെ തഫ് അലീന എന്നുള്ളതിനെ എങ്ങനെ സുക്കൂനാക്കുക? അതിൻ്റെ അവസാനത്തെ നാ കളഞ്ഞാൽ തഫലി, യാവിന് സുക്കൂനാണ്. അപ്പോൾ ഇനി അതിൽ നെഹീൻ്റെ ലാ കടത്തി എങ്ങനെ വരും? ലാ എഫൽ, ലാ തഫൽ, ലാ തഫൽ, ലാ തഫലി. എന്ത് എളുപ്പമാണ്. ഇനി എഫ് അലാനിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ലാ വരുമ്പോൾ ഉണ്ടാകും. ആ നീ എന്നുള്ളത് തന്നെ പോകും, ആ മുസന്നയുടെ ലക്ഷണമായ നീ പോകും. അപ്പോൾ ലാ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ലാ എഫല, ലാ എഫല, ലാ തഫല, ലാ തഫല, ലാ തഫല. ഇനി അടുത്തത് ജംഇൻ്റെ ഭാഗമാണ്. അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അവിടെയും മാറ്റം ഉണ്ടാവും. അവിടെ ആണുങ്ങളെ ജമ്മിത്ത നൂന് പോകും. അപ്പോൾ ആദ്യത്തത് ആണാണ്. അപ്പോൾ ലാ എഫ് അലൂന എന്ന് പറയില്ല, ലാ എഫ് അലൂ. ലാ എഫ് അൽന, ലാ തഫ് അലൂന പറയില്ല, അത് ആണുങ്ങളാണ്. ലാ തഫ് അലു, പിന്നെ ലാ തഫ് അൽന, ലാ അഫ് അൽ, ലാ നഫ് അൽ. ഇപ്പോൾ ഇതാണ് നെഹി. ഇനി 2ാമത്തെയും 3ാമത്തെയും പാഠം ഏതായിരുന്നു? സക്കീലാൻ്റെയും ഖഫീഫാൻ്റെയും നൂനാണ്. ഇനി അത് കടക്കുമ്പോൾ എന്താണ് അവസ്ഥ? സക്കീലാൻ്റെ നൂനും ഖഫീഫാൻ്റെ നൂനും ശക്തിപ്പെടുത്തുന്നതിനുള്ള, അവൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു അർത്ഥത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് ഈ നൂനിനെ കൊടുക്കുന്നത്. സക്കിലാൻ്റെ നൂന് കടക്കുമ്പോൾ അവസാനത്തിലാണ് കടക്കുന്നതെങ്കിലും അതിൻ്റെ ആദ്യത്തിൽ ഒരു ലാ കൊടുക്കും. ലാ നീട്ടാനുള്ള ലാ അല്ല, ലാ. അപ്പോൾ ല എഫ് അലന്ന എന്നാവും. എഫ് അലു എന്നുള്ളത്
മുസ്തഖിൽ മാറി എന്താവും ലയഫ് അലന്ന എന്നാകും. ഇനി ലയഫ് അലാനി, അപ്പോൾ ഈ സക്കിലാന് നൂന് കടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ലൈനിലെ എല്ലാ നൂനും പോകും. കാരണം ഇതന്നെ ഷെദ്ദുള്ള നൂനാണ്, പിന്നെ അവിടെ നൂനിന് സ്കോപ്പില്ല. അതുകൊണ്ട് എഫ് അലാനി എന്ന ആ ലൈനിൽ വരുന്ന എല്ലാ നൂനും പോകും. അപ്പോൾ സക്കിലാൻ്റെ നൂന് വരുമ്പോഴുള്ള മാറ്റം എന്തെന്ന് ചോദിച്ചാൽ ഈ മുസന്നയിലെ നൂനുകളൊക്കെ പോകും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബഹുവചനങ്ങളിലെ ആണുങ്ങളെ നൂനും പോകും. എഫലൂന എന്നുള്ളതും തെഫലൂന അയിത്ത നൂനും പോകും. ഇനി എങ്ങനെ സർഫാക്കും? ആ നൂനൊക്കെ കളഞ്ഞിട്ട് നിങ്ങളൊന്ന് സർഫാക്കി നോക്ക്. ലയഫ് അലന്ന, ലയഫ് അലാനി, ലയഫ് അലൂന എന്നുള്ളത് മാറി ലയഫ് അലുന്ന എന്നായി. ലതഫ് അലന്ന, ലതഫ് അലാനി, ലയഫ് അൽ നാനി അവിടെ കളയൂല, അതുകൊണ്ട് നാനി എന്ന് പറയുന്നു. ഇനി ലതഫ് അലൻ, ലതഫ് അലുന്ന, ലതഫ് അലാനി, ലതഫ് അലുന്ന അവിടെയും നൂന് പോകും. ലതഫ് അലിന്ന, ലതഫ് അലാനി, ലതഫ് അൽ നാനി, ലഫ് അലന്ന, ലനഫ് അലന്ന. ഇനി ഖഫീഫാൻ്റെ നൂനിലേക്ക് വരുമ്പോൾ ഖഫീഫാൻ്റെ നൂന് രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നിലും ഖഫീഫാൻ്റെ നൂന് പ്രവേശിക്കില്ല. അതുപോലെ തന്നെ ജംഅ് മുഅന്നസ് ബഹുവചനം പെണ്ണുങ്ങൾക്കുള്ള ബഹുവചനത്തിലും ആര് പ്രവേശിക്കില്ല? ഖഫീഫാൻ്റെ നൂന് പ്രവേശിക്കില്ല. അപ്പോൾ എഫ് അലു എന്നുള്ളത് എന്താകും? ല എഫ് അലൻ എന്നാകും. കട്ടിയില്ലാതെ പറയണം, ല എഫ് അലൻ. പിന്നെ രണ്ടാമത്തേൽ ഉണ്ടാവില്ല, മൂന്നാമത്തേൽ ഉണ്ടാകും ല എഫ് അലു, കാരണം അത് ആണുങ്ങൾക്കുള്ള ബഹുവചനമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടാവില്ല, പിന്നെ പെണ്ണുങ്ങൾക്കുള്ള ബഹുവചനം ഉണ്ടാവില്ല, പിന്നെ അവസാനത്തെ ഉണ്ടാവും ല അഫ് അലൻ, ല നഫ് അലൻ. അപ്പോൾ എത്ര പദങ്ങൾ ഉണ്ടാകും? പെണ്ണുങ്ങൾക്കുള്ള രണ്ടെണ്ണം പോയി ബഹുവചനം, പിന്നെ അതുപോലെ തന്നെ എല്ലാ രണ്ടെണ്ണവും പോയി. അപ്പോൾ 4 എല്ലാ രണ്ടെണ്ണത്തിനും, പിന്നെ 2 ബഹുവചനം 6 പോയി. ബാക്കി എത്ര ഉണ്ടാവും? ആകെ 14 അതിൽ നിന്ന് 6 ഖഫീഫാൻ്റെ നൂന് കടക്കില്ല. അപ്പോൾ ഖഫീഫാൻ്റെ നൂന് കടക്കുന്നത് സർഫാക്കുമ്പോൾ ആകെ എത്ര ഉണ്ടാവുള്ളൂ? ടോട്ടൽ 14 6 പോയി കഴിഞ്ഞാൽ പിന്നെ 8 സർഫാക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നെഹീനെ സർഫാക്കുന്നത് നിങ്ങൾ പഠിക്കണം. സക്കീലാൻ്റെ നൂന് കടന്നാൽ സർഫാക്കുന്നത് പഠിക്കണം. ഖഫീഫാൻ്റെ നൂന് കടക്കുന്നത് സർഫാക്കി പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് കടക്കുമ്പോൾ വരുന്നത് എന്നുകൂടെ നമ്മൾ പറഞ്ഞു. 1-2 തവണ കേട്ടാൽ എളുപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. ചില കുട്ടികൾക്ക് ഇത് ആദ്യം മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. ഇനി ചോദ്യപേപ്പർ വായിക്കാം. ഒന്നാമത്തത് അഖവായ എൻ്റെ 2 സഹോദരന്മാർ. സഹോദരന്മാരായതുകൊണ്ട് ആണാണ്, 2 ആളുണ്ട്. അപ്പോൾ 2 ആണുങ്ങൾക്കുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. പെണ്ണുങ്ങൾക്കുള്ളത് പറ്റില്ല, കുറേ ആൾക്കുള്ളത് പറ്റില്ല. അതെല്ലാം നോക്കി ഏകവചനമാണോ, 2 ആണോ, 3-ൽ കൂടുതലാണോ, ആണാണോ പെണ്ണാണോ എന്നെല്ലാം നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. അപ്പോൾ ഇവിടെ അഖവ എന്ന് പറഞ്ഞ 2 സഹോദരന്മാർ അല്ലെ എക്കുലാനി, അപ്പോൾ അതാണ് യോജിച്ചത്. അപ്പോൾ 2 പേരും കഴിച്ചു കൊള്ളട്ടെ, കഴിക്കുക തന്നെ ചെയ്യും. അത്വാമ ഭക്ഷണത്തെ ബാദൽ ഇഷായ്, ഇഷായിന് ശേഷം കഴിക്കുക തന്നെ ചെയ്യും. ഇനി അന്നിസാവു സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ അതിനോട് യോജിച്ചത് വേണം. യസ്തുർ നാനി അവർ മറച്ചു കൊള്ളട്ടെ, മറക്കുക തന്നെ ചെയ്യും. റൂസഉന്ന അവരുടെ തലയെ ബിൽഖിമാരി മുഖമുക്കന കൊണ്ട്. ഇനി അൽ മുസ്ലിമൂന എന്ന് പറയുമ്പോൾ കുറേ മുസ്ലിമീങ്ങളുണ്ട്, അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? യഹ്ലുർൻ അവർ ഹാലിറാവുക തന്നെ ചെയ്യും. ഇന്ദൽ ജനാസത്തി മയ്യത്ത് നിസ്കാരത്തിൽ. ഇനി അസൗജത്തു ഇണ, അപ്പോൾ ഒരു പെണ്ണിനുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ലതഹ്ഫലൻ അവൾ സൂക്ഷിക്കുക തന്നെ ചെയ്യട്ടെ. ഹുക്കൂക്ക സൗജിഹ ഭർത്താവിൻ്റെ കടമകളെ. ഇനി ആ താലിബു വിദ്യാർത്ഥി ഒരാളേ ഉള്ളൂ, വിദ്യാർത്ഥിക്ക് ആണാണ്, കാരണം പെണ്ണാണ് ഈ തോലിബത്ത് എന്ന് പറയാം. അപ്പോൾ ലി യഫ്ഹമൻ അവൻ മനസ്സിലാക്കുക തന്നെ ചെയ്യട്ടെ. മാ തഅല്ലമഹു പഠിച്ചത് മനസ്സിലാക്കുക തന്നെ ചെയ്യട്ടെ. ഇനി യാ ബുനിയ്യ ഓ പൊന്നു മോനെ, മോനാവുമ്പോൾ ഒരാളേ ഉള്ളൂ. ലിസാന് നാവുണ്ട്, അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? ഇഹ്ഫലൻ ലിസാനക്ക നിൻ്റെ നാവിനെ നീ സൂക്ഷിച്ചോ. പിന്നെ ഇന്നീ തീർച്ചയായിട്ടും ഞാൻ ഒരാളേ ഉള്ളൂ. ല അജിദൻ, അപ്പോൾ അത് മുത്തക്കല്ലിമിൻ്റെ പദമാണ്, സംസാരിക്കുന്ന ആൾക്കുള്ളതാണ്. ല അജിദൻ ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും. റീഹത്തീവി നല്ല സുഗന്ധം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി രണ്ടാമത്തത് നെഹി ഹാലിർ തിരഞ്ഞെടുക്കാനാണ്. വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിലെ പച്ച കളർ ഭാഗമാണ് ഹാലിറിന് വരുന്നത്. അതിൽ നെഹീൻ്റെ ലാ കടന്നാൽ ഏതൊക്കെ വരും? അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. ലാ തജ്ഹൽ, ലാ തഫലിൻ്റെ മോഡലാണ് ലാ തജ്ഹൽ, ലാ തഖ്തുലു, ലാ തഖ്റുജി, ലാ തക്ദിബൻ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ, സർഫാക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര എളുപ്പമാണ്. വേഗം 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓരോന്ന് എഴുതി കഴിയാം. ഇനി മൂന്നാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് ഫീൽ നെഹി മാഹുവ. നെഹിയായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഹി എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, നീ ചെയ്യരുത്, അവൻ ചെയ്യരുത് എന്നല്ലേ.
അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തെദുല്ലു അത് അറിയിക്കുന്നത് എന്താണ്, അലാ തൊലബി തെർക്കിൽ ഫീലി, ഒരു പ്രവൃത്തി ചെയ്യരുത് എന്നതിൻ്റെ മേൽ തേടുന്നുണ്ട്. ഒരു പ്രവൃത്തി ചെയ്യരുത്, നീ കുടിക്കരുത്, ആ പ്രവൃത്തി ചെയ്യരുത് എന്നുള്ളതിൻ്റെ മേൽ തേടുന്നതിൻ്റെ മേൽ അറിയിക്കുന്നതായിരിക്കും നഹി. വളരെ എളുപ്പമാണ്. ഇനി രണ്ടാമത്തേത് ഹുലു നൂനു തെയ്ക്കീദി ഫീമ, തെയ്ക്കീദിൻ്റെ നൂന് ഏതിലേക്ക് കടക്കും, നമ്മൾ പറഞ്ഞിരുന്നു മുലാരിയിൽ കടക്കും എന്തായാലും, അതാണ് നമ്മളവിടെ കാണിച്ചത്. അതുപോലെ തന്നെ അമ്രിലും വരും നഹിയിലും വരും, അമ്രിലും വരും നഹിയിലും തെയ്ക്കീദിൻ്റെ നൂന് പ്രവേശിക്കും. മൂന്നാമത്തത് ലാ തദ്ഖുലു നൂനുൽ ഖഫീഫ ഫീമ, ഖഫീഫാൻ്റെ നൂന് ഏതിലാണ് കടക്കാത്തത്, നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദത്തിൽ കടക്കൂല, അതാണ് ഫീ സിയൽ മുസന്ന എന്ന് പറഞ്ഞത്. പിന്നെ പെണ്ണുങ്ങളിലുള്ള ബഹുവചനം കടക്കൂല, അതാണ് വജമ്മിൽ മുഅന്നസ്. ഇനി നാലാമത്തത് യൂഖദു നെഹി ഓയിബു വ നെഹി ആലുറു ഫി മിമ്മ, നെഹി ആലിറിനെയും നെഹി ഓയിബിനെയും ഏതിൽ നിന്നാണ് പിടിക്കുക, നമ്മൾ പറഞ്ഞു യൂഖദു നെഹി ഓയിബ്, നെഹി ഓയിബിനെ പിടിക്കും മിനിൽ മുലാരിൽ ഓയിബ്, മുലാരി ഓയിബിൽ നിന്ന്. വ നെഹി ഹാലിർ, നെഹി ആലിറിനെ പിടിക്കും മിനൽ മുലാരിൽ ഹാലിർ, നെഹി ഹാലിറിൽ നിന്ന്. ഇനി സർഫാക്കാനാണ് നമ്മൾ ആ പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ലിയഹ്ഫലന്ന ലിയഹ്ഫലാനി ലിയഹ്ഫലുന്ന ലിതഹ്ഫലന്ന ലിതഹ്ഫലാനി ലിയഹ്ഫൽനാനി. ലയജ്ഹദൻ അത് ഖഫീഫാൻ്റെ നൂന്, ലയജ്ഹദുൻ ലതജ്ഹദൻ ലതജ്ഹദിൻ ലതജ്ഹദുൻ ലതജ്ഹദിൻ ലഅജ്ഹദൻ ലനജ്ഹദൻ. ഇനി അടുത്തത് ലായക്കദിബ്, അത് നഹീൻ്റെ ലാമ്, ലായക്കദിബ് ലായക്കദിബ ലായക്കദിബു ലാത്തക്കദിബു ലാത്തക്കദിബ ലായക്കദിബിന. ഇനി ലയഫ് അലന്ന ഖഫീഫാൻ്റെ നൂന്, ലയഫ് അലന്ന ലയഫ് അലാനി ലയഫ് അലുന്ന ലതഫ് അലന്ന ലതഫ് അലാനി ലയഫ് അൽനാനി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ 4 പാഠങ്ങൾ, പരീക്ഷയ്ക്കുള്ള 4 പാഠങ്ങളിലും സർഫാക്കാനുണ്ട്. അത് പഠിക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. കുറച്ച് സമയം വൈകിയാണെങ്കിലും 4ഉം, ആദ്യത്തത് നെഹി, രണ്ടാമത്തത് സക്കീലാൻ്റെ നൂന് വരുന്നത്, മൂന്നാമത്തത് ഖഫീഫാൻ്റെ നൂന് വരുന്നത്, അത് ആകെ 8 എണ്ണേ ഉണ്ടാവുള്ളൂ. പിന്നെ അമ്ര ഹാലിർ ഓയിബ്, അമ്ര ഹാലിറിന് 6 ഓയിബിന് 6, അതൊക്കെ ആ എഫ് മോഡൽ തന്നെ വരിക. ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് മൈൻഡ് കൊടുത്താൽ അതൊക്കെ കിട്ടും, വളരെ എളുപ്പമുള്ള. അപ്പോൾ ഈ 4 എണ്ണവും സർഫാക്കി പഠിച്ചു പോയാൽ വളരെ എളുപ്പമായിരിക്കും. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിലുള്ള അർത്ഥങ്ങളാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ യഹ്ഫലുൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അത് ജംഉ മുദക്കറാണ്, ആണുങ്ങൾക്കുള്ള ബഹുവചനമാണ്. അത് ഏതിൽ നിന്നുള്ളതാണ്, അമ്ര ഹാലിറുമാണ്. പിന്നെ അൽ മുഅക്കദി ബിൻ നൂനി ഖഫീഫ, ഖഫീഫാൻ്റെ നൂന് കൊണ്ട് അതിന് ശക്തി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് യഹ്ഫലുൻ, കണ്ടില്ലേ, ആ കട്ടില്ലാത്ത നൂന് ഖഫീഫാൻ്റെ നൂനാണ്. ഇനി അടുത്തതല്ല തഹ്ഫലൻ എന്ന് പറയുമ്പോഴോ മുഅന്നസ് പെണ്ണാണ്, വാഹിദ് അത് 1ആണ്, മിനൽ മുസ്തഖബിൽ മഅറൂഫ് മുസ്ബത്താണ്. പിന്നെ അൽ മുഅക്കദി ബിൻ നൂനിൽ ഖഫീഫ, ഖഫീഫാൻ്റെ നൂന് കൊണ്ട് തേക്കീതാക്കപ്പെട്ടതാണ്, അതൊക്കെ അതിലടങ്ങിയതാണ്. ഇനി ലയഫ് അലന്ന എന്ന് പറയുന്ന പദത്തിൽ എന്തൊക്കെയുണ്ട്, മുദക്കർ ആണാണ്, വാഹിദുൻ ഒരാണാണ്, ഓയിബ് സ്ഥലത്തില്ലാത്ത ഒരാണാണ് ലയഫ് അലന്ന എന്നതിൻ്റെ അർത്ഥത്തിൽ വരിക. പിന്നെ അത് മുസ്തഖ്ബിൽ മാറൂഫ് മുസ്ബത്താണ്. മുസ്ബത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, നെഗറ്റീവിൻ്റെ അർത്ഥമില്ല, ചെയ്യുക തന്നെ ചെയ്യും എന്നായിരിക്കും മുസ്ബത്തിൻ്റെ അർത്ഥം വരിക, ചെയ്യും. പിന്നെ ചെയ്യില്ല എന്നർത്ഥം വരികയാണെങ്കിൽ മംഫിയാകും. പിന്നെ അൽ മുഅക്കദി ബിൻ നൂനി സക്കീല, കാരണം ലയഫ് അലന്ന എന്നാണ്, ഷദ്ദുള്ള നൂന് കൊണ്ട് തേക്കീതാക്കപ്പെട്ടതാണ്. ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. എല്ലാറ്റിനും പ്രധാനം നമ്മൾ ആദ്യം പറഞ്ഞ ആ മെത്തേഡാണ്. ഇനി തെർജീം പരിഭാഷപ്പെടുത്താനാണ്. ല അക്റ അന്നൽ ഖുർആന ഫീ കുല്ലി യൗമിൻ ബഅദ സുബഹി, എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഞാൻ ഖുർആൻ ഓതുക തന്നെ ചെയ്യും. അതിലുണ്ട് ല അക്റ അന്ന, സക്കീലാൻ്റെ നൂനാണത്. ല യസ്റ അൻ, ഉണ്ടില്ല, യസ്റ അൻ എന്ന് വരുമ്പോൾ ഖഫീഫാൻ്റെ നൂനാണ്. നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്തെ തന്നെ അവൻ നിസ്കാരത്തിലേക്ക് ഉളരുക തന്നെ ചെയ്യും. ഇനി അടുത്തത് അരീബ് അറബിയാക്കാനാണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വരും, ഏതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ പാഠഭാഗം എല്ലാവരും നന്നായി അർത്ഥം വെച്ച് പഠിക്കുക. ബുദ്ധിമാൻ നന്മകളിലേക്ക് ഉളരുകയും തിന്മയെ തൊട്ട് ദൂരെയാവുകയും ചെയ്യും. അൽ ആഖിൽ യുസാരി ഇലൽ ഖൈറാത്തി വയബുദു അനിശ്ശരി. ഇനി തർത്തീബാക്കാനാണ്. ലിൽ ഫീലി തൗകീദും ബിനൂനൈഹുമാ കനൂനൈ ഇദ്ഹബന്നാ വഖിസിദൻഹുമാ, ഒരു ചെറിയൊരു ബൈത്താണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക. ആദ്യത്തെ വിഷയങ്ങൾ സർഫാക്കാനുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഓരോ പദത്തിൻ്റെയും ഉള്ളിൽ ഏകവചന ആണ് പെണ്ണ്, പിന്നെ സക്കീലാൻ്റെ നൂന് കൊണ്ട് തേക്കിയതാക്കപ്പെട്ടത്, ആ പദപ്രയോഗങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക.
ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക.